ഹായ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെങ്ങനെയാണ് ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങളിവിടെ 1 ലിറ്റർ പാലാണ് മേടിക്കുന്നത്. ഇവിടുത്തെ പാലിന് നല്ല കട്ടിയാണ്. അപ്പം നമുക്കത് പാട മാറ്റാതെ ചായക്കോ പാലായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും കട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ 1 ലിറ്റർ പാൽ മേടിച്ച് കഴിയുമ്പോൾ ഞാനത് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് അതിൻ്റെ പാട തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പാട എടുത്തിങ്ങനെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കും. നമ്മൾ പാൽ തിളപ്പിച്ച് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല പാട നല്ലോണം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഇപ്പം ഒന്ന് കറക്കിയെടുക്കാൻ പോവാണേ. മിക്സിയുടെ ആ ജാറിൻ്റെ അടപ്പ് ഇച്ചിരി ടൈറ്റ്, അതിൻ്റെ വാഷർ ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ. അപ്പോൾ ഞാനതൊന്ന് കറക്കിയെടുക്കാൻ പോവാണേ. അപ്പോൾ അത് ഒന്ന് പുറകോട്ടും മുന്നോട്ടും ഒരു 5 മിനിറ്റ്, നമ്മുടെ നല്ല മിക്സിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കതിൻ്റെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നെയ്യും വെള്ളവും വേർതിരിച്ച് കിട്ടും. എനിക്കിപ്പോൾ ആ ഒരു പാത്രം ഒന്നിച്ചിട്ടടിക്കാൻ പറ്റത്തില്ലോണ്ട് ഞാൻ രണ്ടാക്കിയാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ്, അതിൻ്റെ പകുതി ഒരു ട്രിപ്പ് ഞാൻ ഇട്ടു. ഇച്ചിരി ഏറെ വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ അതിങ്ങനെ കുറുകി കിടക്കും, നെയ്യ് നമുക്ക് വേർതിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ മുൻപോട്ടും പുറകോട്ടും ഒന്ന് കറക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ കറക്കിയെടുത്ത് ഒന്ന് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കുക, ആയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കായോ നോക്കാം. അപ്പോൾ ഇതേ ഒരു ട്രിപ്പ് പുറക്കറക്കിയെടുത്തതുണ്ട്, നെയ്യ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതൊഴിച്ചതിന് ശേഷം അടുത്തൊരു ട്രിപ്പും കൂടെ ഒഴിച്ചിട്ടൊന്ന് കറക്കിയെടുക്കാം. അതേണ്ടേ, നല്ല അടിപൊളി നെയ്യായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 15 വർഷത്തോളമായി ഇതുവരെ ഞങ്ങൾ വില കൊടുത്ത് മേടിച്ചിട്ടില്ല. ഇതുപോലെ പാല് മേടിക്കുന്നതിന് അകത്തുനിന്ന് നെയ്യാക്കിയെടുത്ത് ഞങ്ങൾ വീട്ടിലെല്ലാ ആവശ്യം, നെയ്ച്ചോറ്, ബിരിയാണി എന്ന് വേണ്ട, കുഞ്ഞുങ്ങൾക്ക് ചോറിനകത്തും ആവശ്യത്തിനും ദോശയ്ക്ക് കൊടുക്കാനെല്ലാം ഞങ്ങളിങ്ങനെ ആക്കിയെടുക്കുന്നത്. നമുക്ക് വിശ്വസിക്കാം, യാതൊരു കെമിക്കലും ഇല്ല. അതുപോലെ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. എത്ര കാലം വേണേലും കേടാകാതിരിക്കും, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യൊക്കെ ആണെങ്കിൽ അതിനകത്ത് കേടാകാതിരിക്കാൻ എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർക്കുന്നുണ്ടാവുമായിരിക്കാം. ഇതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അപ്പോൾ 2ാം ട്രിപ്പ് ഞാനിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നോക്കുക, അതിനകത്ത് അപ്പം ശരിയായിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ പാൽ മേടിച്ചിട്ട് നല്ലോണം പാൽപ്പാടയൊക്കെ ഉണ്ട്, അത് വെറുതെ കളയുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് 2ാം ട്രിപ്പ് അടിച്ചെടുത്തത് അതിനകത്തും അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തുള്ളതൊന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ആ പാത്രം ജസ്റ്റ് ഒന്ന് വട്ടത്തിലൊന്ന് ചുറ്റിച്ച് കഴിയുമ്പോൾ നെയ്യെല്ലാം പൊങ്ങി വരുവേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി കഴിയുമ്പോൾ നമ്മൾ അടിച്ചിട്ട് നെയ്യെല്ലാം ഉണ്ടോ, നന്നായിട്ടുള്ള അടിപൊളി നെയ്യ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുക്കിയെടുത്ത് നമ്മൾ കുപ്പിക്കകത്ത് ഒഴിച്ച് വെക്കണം, അന്നേരം നമുക്ക് നെയ്യായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ബട്ടറായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാരിയെടുത്ത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി. ഇതൊന്ന് ഇതിനകത്തുനിന്ന് വാരിയെടുക്കുക, ഒരു നല്ല വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ബട്ടറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചില സമയത്ത് ബ്രെഡിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പരട്ടി കൊടുക്കാൻ വേണ്ടി ചില സമയത്ത് കുറച്ചെടുത്ത് ബട്ടറാക്കിയിട്ട് ബാക്കി ഉരുക്കിയെടുത്ത് നല്ല ബോട്ടിലിനകത്ത്, എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിനകത്ത് സൂക്ഷിച്ച് വെക്കുക, ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേണ്ട നെയ്യൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചൂടുള്ള സമയത്തൊക്കെ നമ്മളിത് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഇച്ചിരി പറ്റി പിടിക്കും, കുഴപ്പമില്ല. നമ്മളിത് അടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇച്ചിരി ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചാൽ മതി. നമ്മളിത് ചൂടുവെള്ളത്തിൽ കഴുകി കഴിയുമ്പോൾ എല്ലാം നല്ല ക്ലീനാകും, കയ്യും പാത്രവും എല്ലാം നല്ല ക്ലീനാകും. നമുക്ക് ആവശ്യത്തിനുള്ള അടിപൊളിയായിട്ടുള്ള നല്ല നെയ്യ് കിട്ടും, വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലിട്ടാട്ടോ ഞാൻ ഉരുക്കുന്നത്. അപ്പോൾ ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലിട്ട് ഉരുക്കരുത്. ആദ്യം ഒന്നത് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ സിമ്മാക്കി കൊടുക്കണം. പിന്നെ അതിനകത്തെ വെള്ളമെല്ലാം അത് പൊട്ടി തിളച്ച് വന്ന് പതയെല്ലാം നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കിയതിന് ശേഷമായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിക്കകത്തോട്ട് ഒഴിക്കുമ്പോൾ അത് അരിച്ച് വേണേ ഒഴിക്കാൻ. അപ്പോൾ ഇതേണ്ടേ
ഞാൻ ഉരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇത് അറ്റത്തിരിക്കുന്നത് കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മുഴുവനും എടുക്കുക കേട്ടോ. കുറേ കയ്യിലൊക്കെ പറ്റുന്നുണ്ട്, കിട്ടുന്നില്ല. വേണ്ടേ, അങ്ങനെ അത് കഴുകി എല്ലാം നല്ല അടിപൊളിയാക്കി എടുത്ത് നമുക്കിനി ഉരുക്കാൻ അടുപ്പത്ത് വെക്കാവേ. അധികം പണിയൊന്നുമില്ല. കാണുമ്പോൾ വലിയ പണി നമുക്ക് തോന്നുമെങ്കിൽ അധികം പണിയൊന്നുമില്ല കേട്ടോ. ഇനി ഇച്ചിരി പണി ചെയ്താലും നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള നെയ്യ് നമുക്ക് ഉപയോഗിക്കാമല്ലോ, വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതാണ്ട് അത് ഉരുക്കാൻ വേണ്ടി പാത്രത്തിൽ വെച്ചു. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത്. അതൊന്ന് തിളച്ച് എല്ലാം മൊത്തത്തിലൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഞാനത് സിമ്മാക്കും കേട്ടോ. സിമ്മാക്കിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വെള്ളം മുഴുവൻ പറ്റണം. അതിങ്ങനെ പത വരും. പത വന്ന് കുമള നല്ലോണം നിന്ന് കഴിയുമ്പോൾ ഓഫാക്കണം. ഇതുണ്ട്, നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ തിളച്ച് നെയ്യുടെ രൂപത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട നല്ലോണം തിള വന്നു. നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും സിമ്മാക്കണം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് കരിഞ്ഞു പോവേ. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, കരി ചോദിക്കുകയും ചെയ്യും. നല്ല പ്യുവറായിട്ടുള്ള മഞ്ഞ കളർ കിട്ടത്തില്ല, കറുത്തിരിക്കും. അപ്പോൾ അതേണ്ട തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സിമ്മാക്കിയതാണ്ടേ. തിളയെല്ലാം നിന്നു. അതാണ്ട് ഊറ്റി വാങ്ങി. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതേണ്ട അരിച്ച് നല്ല എയർടൈറ്റുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുക കേട്ടോ. അരിച്ചൊഴിക്കണമല്ലോ, അതിനകത്ത് തൈരിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമേ, വെള്ളം അതൊക്കെ പിന്നെ അതിനകത്ത് കിടന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അരിച്ചൊഴിക്കുക. നന്നായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തണുത്തിട്ടേ ഒഴിക്കാവുള്ളൂ. ഇതുപോലെ ചില്ല് കുപ്പിക്കകത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേണ്ടേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.